ഹായ് ഹലോ. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളരെയധികം കണ്ടുവരുന്നൊരു കാര്യമാണ് നമ്മുടെ മുടി എപ്പോഴും ഇങ്ങനെ ഊരിപ്പോവുക. അതുപോലെ പകുതി മുടി ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മുടിയില്ല, കഷണ്ടിയായിട്ടിരിക്കുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഒരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പം ചെമ്പരത്തിത്താളി തേച്ചു, അതുപോലെ പല മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന വെളിച്ചെണ്ണ തേച്ചു, അല്ലെങ്കിൽ പല ഷാമ്പു ഉപയോഗിച്ചു. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ തലമുടിക്ക് ഒരു മാറ്റവും ഇല്ല. അപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കാണണ്ടേ? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? അപ്പോൾ അതിനൊക്കെ നമ്മൾ ജോലിക്ക് പോകുന്നവരാണ്, നമ്മൾ വീട്ടിൽ ഒരുപാട് പണിയെടുക്കുന്നവരാണ്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നേരമില്ല, മുടി ശ്രദ്ധിക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ നേരെ വന്ന് കുളിക്കാൻ കയറി മുടി കഴുകി തോർത്തിൽ കെട്ടി വെച്ചു, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അഴിച്ചിട്ട്, അത്രയാണ് നമ്മുടെ ശ്രദ്ധ. കാരണം എന്നും നമ്മൾ തല കുളിക്കും, അത് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് മുടി എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാനും അതിനൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ അതിനൊക്കെ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം നമ്മൾ ഇത് കണ്ടല്ലോ, പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണയുടെ ഉപയോഗം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ പാരഷൂട്ടിൻ്റെ വെളിച്ചെണ്ണ ഇത് വെള്ളം ചേർത്ത വെളിച്ചെണ്ണയൊന്നുമല്ല, ഇത് പരസ്യ പ്രോഡക്റ്റും അല്ല. ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ല മാറ്റം വന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 6 മാസം മുടങ്ങാതെ ഞാൻ ഈ സാധനം ഉപയോഗിച്ചു. ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ മുടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ മുടി നല്ല വൃത്തിയായിട്ട് കഴുകി സൂക്ഷിക്കുക, അങ്ങനെയൊന്നുമില്ല. നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ തലയിൽ വെളിച്ചെണ്ണ, നമ്മൾ സാധാരണ തലയിൽ വെളിച്ചെണ്ണ വയ്ക്കില്ല. അപ്പോൾ ഇത് തുറന്നതാണ്, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒഴിക്കണം. അങ്ങനെ ഒഴിച്ചിട്ട് 2 വട്ടം ഇതുപോലെ മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നമ്മൾ മുകളിൽ ഇങ്ങനെ കെട്ടി അവിടെ വെച്ചേക്കുക. ഇത്രയാണ് ഈ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതുപോലെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോയൊരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിന് ഇങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി, പല കാര്യങ്ങളും നോക്കി. അപ്പോൾ ഇതൊന്നും എനിക്ക് പിടിച്ചില്ല കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയുക, വീട്ടിലിരിക്കാൻ നേരം വേണം, നമുക്ക് ജോലി ഇല്ലാത്തവരായിരിക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനൊരു പണി ചെയ്തു. ഇത് 6 മാസം മുമ്പ് ഈ വെളിച്ചെണ്ണ ഇങ്ങനെ പരസ്യ പ്രോഡക്റ്റ് ആണോ എന്നൊന്നറിയാൻ വേണ്ടി ഞാനിതിങ്ങനെ തലയിൽ ഇതുപോലെ 2 വട്ടം ഒഴിച്ച് എല്ലാ ദിവസവും കുളിക്കാൻ നേരത്ത് 2 പ്രാവശ്യം ഇറ്റിച്ച് നല്ലപോലെ വെളിച്ചെണ്ണ നിറയെ ചാടണം ശരിക്കും. അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത്, മൊത്തം മസാജ് ചെയ്ത് ഇങ്ങനെ മുകളിൽ മൂർധാവിലിങ്ങനെ കെട്ടി ഇങ്ങനെയാണ് വയ്ക്കും. അപ്പം നമ്മൾ ഇങ്ങനെ ഇതുപോലെ അങ്ങ് വെച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തു. അങ്ങനെ വെച്ച് ക്ലിപ്പിട്ട് അവിടെ വെച്ചു. പിന്നെ നമ്മൾ മുടിയിലേക്ക് ശ്രദ്ധിക്കാൻ പോയില്ല. പിന്നെ നമ്മൾ ഓരോ പണിയെടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ വരുമ്പോൾ വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമ്മൾ കുളിക്കാൻ കയറുമല്ലോ. ഇനി 6 മണിക്ക് അതിന് മുമ്പ് കുളിക്കാൻ കയറുമല്ലോ. അപ്പം നമ്മൾ കുളിക്കാൻ കയറുന്ന ആ ടൈമിൽ തന്നെ നമ്മൾ തല കഴുകുമ്പോൾ നല്ലപോലെ മസാജ് ചെയ്തൊന്ന് കഴുകി കൊടുക്കുക. പിന്നെ നമ്മൾ തല മസാജ് ചെയ്ത് കഴുകി കഴിയുമ്പോൾ നമ്മൾ തല നല്ലപോലെ തോർത്തി കൈകൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങളൊരു 6 മാസം ഇത് തുടർച്ചയായിട്ട് ചെയ്ത് നോക്കി. ഏത് മുടിയില്ലാത്തവർക്കും ശരിക്കും പറഞ്ഞാൽ മുടി വരും. കാരണം ഞാനിത് തേച്ചതുകൊണ്ട് എൻ്റെ ഇവിടെയെല്ലാം മുടി വന്നു, കണ്ടോ? ഇവിടെയെല്ലാം നല്ലപോലെ ഇതിപ്പോൾ മുടി കെട്ടിയത് ഇത്രത്തോളം മുടി വളർന്ന് വന്നു എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ അതുകൊണ്ട് ഇത് എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ എൻ്റെ വീഡിയോയിൽ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. ടാറ്റാ.